മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണ 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ. ഡൽഹിയിലെ പ്രത്യേക NIA കോടതി നടപടികൾ പൂർത്തിയാക്കിയത് അർദ്ധരാത്രി 2 മണിയോടെ. കനത്ത സുരക്ഷയിൽ റാണയെ NIA ആസ്ഥാനത്തേക്ക് മാറ്റി. വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജിജോയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടവും ഇന്ന്. UKG വിദ്യാർത്ഥിയെ പ്രതി കൊലപ്പെടുത്തിയത് പീഡനശ്രമം ചെറുത്തതിനെന്ന് പോലീസ്. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ഇന്ന് ശിക്ഷാവിധി. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആംബുലൻസ് ഡ്രൈവർ നൌഫലിനുള്ള ശിക്ഷ വിധിക്കുക പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പോകുംവഴി യുവതിയെ പീഡിപ്പിച്ചത് 2020. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മലിനജലം ഒഴുകുന്നു. ഫിഷറീസ് വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. കാരക്കാട്ട് 126 ഫ്ളാറ്റുകളിലായി താമസിക്കുന്നത് 800ഓളം മത്സ്യത്തൊഴിലാളികൾ. മുനമ്പം ഭൂമി കേസിൽ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇന്നും വാദം തുടരും. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ ദാനമാണോ എന്നതിൽ വ്യക്തത വരുത്തും. പരിശോധിക്കുന്നത് വഖഫ് ബോർഡ് 2019 പുറത്തിറക്കിയ ഉത്തരവ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. അന്ത്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ. വിടവാങ്ങിയത് കൊല്ലത്ത് ദീർഘദൂരം കോൺഗ്രസിനെ നയിച്ച നേതാവ്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും നടന്നത് ആസൂത്രിത കൊലപാതകമെന്നും ഷഹബാസിന്റെ കുടുംബം. ഇടുക്കി വാഴവരയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അങ്കണവാടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. കെട്ടിടത്തിൽ സ്ഥാപിച്ച സാധന സാമഗ്രികൾ മോഷണം പോകുന്നത് പതിവെന്ന് നാട്ടുകാർ. അങ്കണവാടി പ്രവർത്തന സജ്ജമാക്കാൻ നഗരസഭ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിന് തുടർച്ചയായ 4ാം ജയം. 6 വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ കൊൽക്കത്ത പോരാട്ടം. CSK ക്യാപ്റ്റനായി MS ധോണി തിരിച്ചെത്തും.